അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. അതുകൊണ്ട് തന്നെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലേണ്ട ദിവസം. ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദിവസം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ നേതാവ് നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് നേരിട്ട് കാണുന്ന ദിവസമാണ്. വെള്ളിയാഴ്ചയിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ട് ലോകത്തെ ആവശ്യങ്ങളും സ്വലാത്ത് കൊണ്ട് മുന്നിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലി നമ്മൾ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു ഇബാദത്താണ് സ്വലാത്ത്. ആ സ്വലാത്ത് ചൊല്ലി നമ്മൾ രണ്ട് കൈയും കൊണ്ട് നീട്ടി അള്ളാഹുവിൻ്റെ മുന്നിൽ യാചിച്ചാൽ ആ സ്വലാത്ത് മുന്നിട്ട് കൊണ്ടുള്ള യാചന അള്ളാഹു തട്ടിക്കളയില്ല എന്ന് ഉറപ്പാണ്. ഒരുപാട് ജീവിതാനുഭവങ്ങൾ നേരിട്ട് സ്വലാത്തിലൂടെ എല്ലാ പ്രതിസന്ധികളും മറികടന്ന അനുഭവത്തിലൂടെ പറയുന്നൊരു വാക്കുകളാണിത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ഹരമാണ്. അത് വല്ലാത്തൊരു അത്ഭുതമുള്ളൊരു ഇബാദത്ത് തന്നെയാണ് സ്വലാത്ത്. കാരണം ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഈ സ്വലാത്തുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത്. അത് നമുക്കൊരു രക്ഷാകവചമാണ്. ഏത് ഹലാലായ മുറാദുകളും സ്വലാത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈനീട്ടി നോക്കൂ, അത് തട്ടപ്പെടില്ല എന്ന് ഉറപ്പാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സ്വലാത്തുൽ ഫാത്തിഹയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അത് എല്ലാ അടഞ്ഞ വഴികളും തുറക്കപ്പെടുന്ന ഒരു മഹാത്ഭുതമുള്ള സ്വലാത്താണ്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഇമാം ബക്കരി റളിയല്ലാഹു അൻഹു 60 വർഷം പ്രാർത്ഥിച്ച് അള്ളാഹു ഇറക്കി കൊടുത്ത സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. അപ്പോൾ അതിൻ്റെ മഹത്വം എത്ര എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. അത്രയും മഹത്വമാണ് സ്വലാത്തുൽ ഫാത്തിഹിനുള്ളത്. അള്ളാഹു നേരിട്ട് ചൊല്ലിയ സ്വലാത്താണ്. അപ്പോൾ ഇന്ന് ദുആക്ക് ഏറ്റവും ഉറപ്പുള്ള ഈ അസറിന് ശേഷമുള്ള സമയത്ത് നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ, ദുആക്ക് ഉത്തരം ഉറപ്പ്.